ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 മുതൽ. ആകയാൽ എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെയും ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യം. ലാസ്റ്റ് എപ്പിസോഡാണിത് കേട്ടോ. ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. ആകയാൽ എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. അപ്പൊ വചനം കേൾക്കണം, അത് ചെയ്യണം. ഇന്നെല്ലാവരും കേൾക്കും, ചിലർ കേൾക്കാനും മനസ്സ് വയ്ക്കത്തില്ല. കേട്ടാൽ മാത്രം പോലെ അത് ചെയ്യുകയും കൂടി ചെയ്യണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൂടെ ഉപദേശിച്ചുകൊണ്ട്. കർത്താവ് കൽപ്പിച്ചത് പ്രമാണിക്കണം, കേട്ട് ചെയ്യണം, ഉപദേശം അനുസരിച്ച് ജീവിക്കണം. ഉപദേശം കേട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകരുത്. പോയാൽ അതുകൊണ്ട് വിശേഷമില്ല. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, 2 വഴി 2 വാതിൽ. ആദ്യത്തെ പഠിപ്പിക്കല്. രണ്ടാമത്തത് 2 വൃക്ഷം. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷവും ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷവും. അടുത്തിവിടെ പറയുന്നത് 2 മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. വളരെ ശക്തമായ പഠനങ്ങളാണ് ഈ 3. ഇത് 3 വിശ്വാസികളെ പഠിപ്പിച്ചാൽ അവർ വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനിടയായി തീരും. ജമ്മം ചെയ്താൽ പഠിപ്പിക്കത്തില്ല. നീ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, അനുഗ്രഹം, നന്മ, വിടുതൽ, വിടുതൽ എന്നും പറഞ്ഞ് നിൽക്കുക, കോഴിപ്പോലെ നിൽക്കുന്ന പോലെ. പിന്നെ എങ്ങനെയാണ് വിശ്വാസികൾ വചനം കേൾക്കുന്നത്? ആകാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ വിടുപെടുത്ത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. ഈ പാറമേൽ വിടുപെടുത്ത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്ത്യ ജീവിതം ഉറപ്പുള്ള ഒരു ജീവിതമായിരിക്കും, കുലുക്കമില്ലാത്തൊരു ജീവിതമായിരിക്കും. ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വന്നാൽ യാതൊരു നിലയിലും നിരാശപ്പെട്ടു പോകാതെ, കുലുങ്ങിപ്പോകാതെ, നല്ല ഉറപ്പുള്ള ദൃഢമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് ആ വിശ്വാസി മാറ്റപ്പെടും. എങ്ങനെയായാൽ? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്താൽ. കേട്ടുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല, കേട്ട് ചെയ്യണം. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. അനുസരിക്കണം, ഈ വചനങ്ങൾ അനുസരിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം എന്താണെന്ന് നോക്കാം. എബ്രായർ 4:1 മുതൽ. വളരെ ശ്രദ്ധേയമായൊരു സ്റ്റേറ്റ്മെൻ്റാണ് പൗലോസ് പറയുന്നത്. വായിക്കാം. അവൻ്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം. അപ്പൊ അവരെന്ന് പറയുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുക. അവർ സദ്വർത്തമാനം കേട്ടു. യഹോവ മോശ മുഖാന്തരം പള്ളി ചെയ്ത സദ്വർത്തമാനം അവർ കേട്ടു. നമ്മളെന്താ കേട്ടത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സദ്വർത്തമാനം. അടുത്ത കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ശ്രദ്ധിച്ചേ. മത്തായി 5, 6, 7 അധ്യായങ്ങളിലെ വളരെ മർമ്മപ്രധാനമായ സത്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം എൻ്റെ ഈ വചനങ്ങൾ 5, 6, 7 ഗിരിപ്രഭാഷണങ്ങൾ കേട്ട് എന്ത് ചെയ്യണം? അത് അനുസരിക്കാൻ ഇവിടെ കർത്താവ് പറയുക. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്ക്, മരുഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പ്രമാണം അവരെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അങ്ങനെയല്ലേ എഴുതിയ? ഒന്നുകൂടി വായിക്കാം ഭാഗം. എബ്രായർ 4 അവൻ്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുന്നു. അടുത്ത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും അവ മോശ മുഖാന്തരം കൽപ്പിച്ച വചനങ്ങൾ അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. ചേറ്റുള്ളിയും ചെറുള്ളിയും മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ തിന്നതേ ഉള്ളൂ. കാടപ്പക്ഷിയും സ്വർഗീയ മന്നയും ഇഷ്ടംപോലെ ഭക്ഷിച്ച് തിന്നും കുടിച്ച് സുഖമായിട്ട് ജീവിച്ചു.
വചനങ്ങളൊന്നും കേട്ട് അവർക്ക് ഉപകാരമായി വന്നില്ല. അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം അവരെ പരമേൽപ്പിച്ചു. അവർ പറഞ്ഞു വെച്ച വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉപകാരമായി വരുന്നുണ്ടോ എന്ന് ഒരു പുനഃപരിശോധന നടത്തുക. ഈ ഉപകാരമായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ട വചനം അനുസരിക്കണം. അതവിടെ മത്തായി 7 പറയുന്നത്, 7:24 പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും വചനം കേട്ട് അനുസരിച്ചാൽ അതുപ്രകാരം ജീവിച്ചാൽ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തുല്യനാകുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ, ഉറപ്പുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടത വന്നാലോ, ബുദ്ധിമുട്ട് വന്നാലോ, ഞെരുക്കം വന്നാലോ, ഭാരം വന്നാലോ, രോഗം വന്നാലോ, പ്രതികൂലം വന്നാലോ കുടുങ്ങിപ്പോകില്ല, ഉറച്ചു നിൽക്കും. എന്താ കാര്യം? അടിസ്ഥാനം പാറയിലാണ്. ഞാൻ ഈ വിഷയം പഠിച്ച സമയത്ത്, ഈ മെട്രോയുടെ തൂണ് പണിയുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ഭാഗത്തൂടെ മെട്രോ പോകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ആ പണിയുന്ന പണിക്കാരിലൊരു സൂപ്പർവൈസറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കുടിച്ച് എവിടം വരെ ഈ കുടിക്കുന്നത് തൂണിന് വേണ്ടി? അപ്പം അവർ പറയുക വളരെ വിചിത്രമായിട്ടുള്ളൊരു മറുപടി, പക്ഷെ ഞങ്ങളിത് കുടിച്ച് പാറ കണ്ടെത്തുന്നവരെ കുടിക്കും. അതിനാ പാറയെ കണ്ടെത്തുന്നത്? പാറയിൽ കൊണ്ടുവന്ന് കുഴിച്ചു നിർത്തിയിട്ട് ആ പാറയിൽ 1 മീറ്റർ പിന്നെയും ഡ്രില്ല് ചെയ്ത് ആ ഡ്രില്ല് ചെയ്തിട്ട് അതിലേക്ക് കമ്പി ഇറക്കി അവിടെ നിന്ന് തൊട്ടാണ് വാർത്ത് ഈ തൂണ് മുകളിലേക്ക് പൊക്കി വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ കുറേ തൂണിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അടിസ്ഥാനം പാറയില്ല, ഉറപ്പുള്ള പാറയിൽ നിൽക്കുക. ഹെവി വെയിറ്റാണ് ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ. ഈ ട്രെയിനിൻ്റെ വെയിറ്റിനേക്കാളും വലുതാണ് അതിൻ്റെ പാളമായിട്ടിട്ടിരിക്കുന്ന ബീമുകൾ. ഭയങ്കര വെയിറ്റാണ് ഒരു ബീമിന്. എത്രയോ ടൺ വെയിറ്റാണ് ഒരു ബീമിന്. അതുപോലെ ഈ ബീമുകൾ മുഴുവനെ താങ്ങി നിർത്താനായിട്ട് നല്ല ബലമുള്ള തൂണുകൾക്കേ പറ്റത്തുള്ളൂ. അപ്പം ഈ തൂണ് റോക്കിൽ നിന്ന്, പാറയിൽ നിന്ന് വേണം കെട്ടിപ്പൊക്കാൻ. കർത്താവ് ആ പദം പ്രയോഗിച്ച് ഇത് കണ്ടിട്ടാണ് മനുഷ്യർ പാറയിൽ നിന്ന് ഈ അടിസ്ഥാനം പാറയിൽ ഇടാൻ തുടങ്ങിയെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ശരിയാ, അത് 100% ശരിയാ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്തവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. മെട്രോ തൂണുകൾ പാറയിൽ നിന്നാണ് പണിത് വരുന്നത്. അതുകൊണ്ട് എത്ര വെയിറ്റ് വന്നാലും ഈ പാറയിൽ 1 മീറ്ററോളം പാറയെ ഡ്രില്ല് ചെയ്ത് കമ്പി ഇറക്കി അതിൽ നിന്ന് വാർത്ത് പൊക്കുന്നത് കൊണ്ട് എത്ര വെയിറ്റ് വന്നാലും ഇത് താഴോട്ട് പോകത്തില്ല. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിലെ പണികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനവും ഇല്ല, ഒരു കുന്തവും ഇല്ലാതെ ചുമ്മാ പണിതുകൊണ്ടിരിക്കുക. കഷ്ടത മാറ്റി, കടം മാറ്റി, വിസ കൊടുത്ത്, അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് ഹോളിക്കൊണ്ടുവന്ന് പണിതുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥപ്രകാരമല്ല പണി. ചോദന ചെയ്യുമ്പോൾ പണി മുഴുവൻ വെന്തുപോകും. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ വേണം സഭ പണിയാൻ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ പറയുന്ന പേരാണ് മൂലക്കല്ല്. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിൻ്റെ ആ മൂലക്കല്ലിനോട് ചേർത്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾ. അത് പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 പത്രോസ് 2:4 വാക്യം. ഈ വിഷയം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് വായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4 വാക്യം. വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട വിഷയമാട്ടോ ഇത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4 വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കണ്ടോ? അപ്പൊ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലെന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിച്ച് യേശുവിനെ കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിച്ച കല്ലാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്.
ആ കർത്താവിനെ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് യേശുവിൻ്റെ പാപത്തിലൂടെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ കർത്താവും രക്ഷകവുമായി കർത്തൃത്വം ചെയ്യാൻ ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ കടം മാറ്റി ലോൺ മേടിച്ച് പാസ്സാക്കി കൊടുത്ത് ജോലി മേടിച്ചു കൊടുത്ത് വിസ മേടിച്ചു കൊടുത്ത് ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ നേടിക്കൊടുത്ത് കൊണ്ടുവന്ന് സഭയെ കൊണ്ടിരുത്തി പാട്ടും പാടിച്ച് നടക്കുന്ന പരിപാടിയല്ലത്. ദൈവസഭയുടെ പണിയെന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള പ്രമാണമുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന്, യേശു ജീവനുള്ള കല്ലാണ്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി ഇപ്പോൾ ഈ ഫിലിപ്പോസ് ഷണ്ണനോട് പറയുന്നുണ്ട്, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മീകമായ ജീവൻ വരുന്നത്. ആദാമ്യ പാപത്തിൻ്റെ ആ വിഷാംശങ്ങൾ അവനിൽ നിന്ന് മാറ്റപ്പെടുന്നത് അങ്ങനെയാ. യേശു എൻ്റെ പാപത്തിലൂടെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, നീതിക്കായി വായ്കൊണ്ട് ഏറ്റുപറയുമ്പോൾ, പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ളവൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, അല്ല പല കടമ്പകളുണ്ട്. ഇതൊക്കെ കടക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കൊണ്ടുവന്ന് മൂലക്കല്ലായി ക്രിസ്തുവിനോട് ചേർത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം പണിതെടുക്കണം. എന്തിനാ പണിയുന്നത്? ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരാൻ. ആ മന്ദിരമായി തീരുന്നവനാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് വരുമ്പോൾ അവൻ പോകുന്നത് ഉയർപ്പോ രൂപാന്തരമോ കിട്ടുന്നത്. ഇത് വല്ലതും ഇന്ന് വല്ലതും ഉണ്ടോ? ഉപദേശം വല്ലതും ഉണ്ടോ? ഇന്നത്തെ പണിയെക്കുറിച്ചാണ് പറയാതിരിക്കാൻ നല്ലത്. ഒരു സങ്കീർത്തന ശീല വായിച്ച് കുറേ പാട്ടും പാടി ഗോത്രാഴ്ചയും എടുത്ത് സഭായം പിരിച്ചു വിടുക. ചിലപ്പോൾ ബിരിയാണി കിട്ടിയെന്നായി, ചിലപ്പോൾ കഞ്ഞി കിട്ടിയാലായി, ചില സ്ഥലത്തൊന്നുമില്ല. ശിഷ്യന്മാർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും, വിശ്വാസികൾ കിട്ടാനുള്ള ഒരു കുന്തവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. വിശ്വാസികൾ കിട്ടേണ്ടതൊന്നും ആരും കൊടുക്കുന്നില്ല. ഈ വചനത്തിൻ്റെ പഠനങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല. അവർ വന്നതുപോലെ തിരിച്ചു പോവുക. ഞാനൊരിക്കൽ ഒരു സഹോദരനോട് ചോദിച്ചു, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, സഹോദര ഇന്ന് മീറ്റിങ്ങിന് പോയോ, സഭയത്തിന് പോയോ? ആ പോയിരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്തായിരുന്നു? ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. ഒരു ഗുണമില്ലാത്തവനാണ് ഈ പറയുന്നത്. ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പുള്ളിക്ക് വചന വിശേഷം വിഷയമല്ല. അവിടെ പോയി 3 മണിക്കൂർ കഥാപ്രസംഗം കേൾക്കുന്നവരെ കേട്ടുകൊണ്ടിരിക്കുക, കഴിഞ്ഞ് പോരുക. വചനത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നീറ് കടിക്കുന്ന പോലെ കടിക്കുകയും ചെയ്യും. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളുടെ കാര്യം പോക്കാന്ന് മനസ്സിലായി. നിങ്ങൾ ഈ ഉപദേശപ്രകാരം ജീവിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. നമ്മൾ സഭായത്തിന് പോകുന്നത് അവിടെ പോയി കിടന്ന് പാട്ടുപാടി ഈ സാത്താൻ കയറി ഉറഞ്ഞു തുള്ളാനല്ല പോകുന്നത്. അവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പണിയപ്പെടലുണ്ടാകണം. നമ്മുടെ കുറവുകൾക്ക്, നമ്മുടെ ബലഹീനതകൾക്ക്, തെറ്റുകുറ്റങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. ശുദ്ധീകരണം പ്രാപിക്കണം. വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിക്കണം. വചനം കേട്ട് പ്രത്യാശയുള്ളവരാകണം. വചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ പണിയപ്പെടൽ നടക്കണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 വാക്യങ്ങൾ വായിച്ചാൽ. എഫേസ്യർ 2:19 മുതൽ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും. കണ്ടോ? മൂലക്കൽ. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കും. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും പറയുന്ന ഉപദേശപ്രകാരമാണ് നിങ്ങൾ പണിയുന്നത്. എങ്ങനെയാണ് പണിയുന്നത്? മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പുതിയ നിയമ വിശ്വാസിയെ അപ്പോസ്തല ഉപദേശപ്രകാരം ആത്മാവ് പണിത് വരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി ഭാഗം വായിക്കാം. അവർ പറയുന്ന അടിസ്ഥാന ഉപദേശപ്രകാരമാണ് പണിതിരിക്കുന്നത്. അടുത്ത അപ്പൊ കർത്താവിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരം. അപ്പൊ കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി. ഇപ്പൊ സഭ ഇവിടെ പറയുമ്പോൾ സഭ കെട്ടിടമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭയെ പണിയതിനെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുക. ഇതൊന്നും സഭയിൽ ആരും പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് വിശ്വാസിക്ക് അത്രേ പ്രത്യാശയുള്ളൂ. സഭ ഒരു കെട്ടിടം, സഭ മന്ദിരം, സഭ കന്യക,
മണവാട്ടി, സഭ, ക്രിസ്തുവിൻ്റെ ശരീരം. ഈ പഠനങ്ങളാണ് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചിരിക്കുന്നത്. ഉപദേശത്തിലൂടെ പഠിപ്പിച്ച് ഇതൊന്നും ആർക്കും അറിയത്തുമില്ല. ഇതൊന്നും പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. വല്ലയിടത്തും വല്ലവരും സൗഖ്യം പ്രാപിച്ചതും സാക്ഷ്യം പറച്ചില്ല. എന്ത് സാക്ഷ്യം? സൗഖ്യം പ്രാപിച്ച സാക്ഷ്യം എന്തിനാ പറയുന്നത്? അത് ലോകത്തോട് പോയി പറ. സഭയിൽ വന്ന് പറയേണ്ടത് എന്താ? പ്രബോധനമാണ്. തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കാനാണ് സഭയിൽ പ്രമാണം കൊടുത്തിരിക്കുന്നത്. സാക്ഷി പറച്ചില്ല. ഒരു ഗുണമില്ലാത്ത, ഒരു ഗുണനിലവാരമില്ലാത്ത സാക്ഷി പറയില്ല. സാക്ഷി പറയല് അവിശ്വാസികളോടും ലോകമനുഷ്യരോടൊക്കെ പോയി പറ. സഭയിൽ വരുമ്പോൾ പ്രബോധിപ്പിക്കുക. ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച വചനങ്ങളെടുത്ത് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുക. അതാ വേണ്ടത്. അതിനാ പ്രമാണമുള്ളത്. അതിനടുത്ത വാക്യം, ആ വാക്യം വായിച്ച്. അവരിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ, അപ്പൊ ദൈവം വസിക്കുന്ന ആലയമാകേണ്ടതിന്, ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ, ആത്മാവാണ് പണിയുന്നത്. വചനം പറയേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷന്മാരാണ്. അവരൊട്ട് പറയത്തുമില്ല. അവർ വല്ലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ ആത്മാവ് പണിയുന്നത്? ദൈവസഭയിൽ ദൈവസഭയുടെ ഉപദേശം പറയണം. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അള്ളപ്പാട് സംസാരിക്കുന്ന പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും പ്രസംഗം കേൾക്കുന്ന ഒരു രക്ഷിക്കുക. അപ്പോൾ പ്രസംഗം എന്താ? ഉപദേശം. സഭയിൽ ഉപദേശം പ്രസംഗിക്കേണ്ടത്. എങ്ങനെ കുടുംബജീവിതം, എങ്ങനെ സമൂഹ ജീവിതം, എങ്ങനെ സഭാജീവിതം, എങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ജീവിക്കണമെന്ന് ദൈവസഭയുടെ ഉപദേശം പഠിപ്പിക്കണം. അത് വല്ലതും ഇന്ന് സഭയിലുണ്ടോ? അടുത്തേ വാക്യം വായിച്ചേ. അവരിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, അപ്പൊ ദൈവം വസിക്കുന്ന ഒരു ആലയമായി തീരേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുക. ദൈവദാസന്മാർ ദൈവവചനം പറയുമ്പോൾ, ഉപദേശം പറയുമ്പോൾ, ആ ഉപദേശത്തിന്റെ മുൻപാകെ ആര് സമർപ്പിക്കുമോ ആ സമർപ്പിക്കുന്നവനെ ദൈവാത്മാവ് പണിതെടുക്കും. എന്ത് പണിതെടുക്കും? പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് വസിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ഒരു ആലയമായി അവനെ പണിതെടുക്കും. അങ്ങനെ ദൈവാത്മാവ് വസിക്കുന്ന ഒരു ആലയമാണ് ഒരു പുതിയ നിയമ വിശ്വാസി. ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഒരു പുതിയ നിയമ വിശ്വാസി. മണവളനാകുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിൽ ചെന്നെത്താനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മല കന്യകയാണ് പുതിയ നിയമ വിശ്വാസി. ഈ പഠനങ്ങൾ വല്ലതും സഭയിലുണ്ടോ? ഇന്ന് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നേ. മത്തായിലേക്ക് വരാകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണില്ല. അപ്പൊ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ക്രിസ്ത്യ ജീവിതം പണിയുന്ന ഒരു വിശ്വാസിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല. വൻമഴ ചൊരിയുന്നു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്മേൽ അടിക്കുന്ന പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളുമാണ്. ഈ വൻമഴ ചൊരിയുക, നദികൾ പൊങ്ങുക, കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നദിയുമില്ല, വെള്ളവുമില്ല, കാറ്റുമില്ല, ഒരു കുന്തവും ഇല്ല. യേശുക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് പണിയുമ്പോൾ വരുന്ന ജീവിതത്തിനെതിരെ വരുന്ന വെല്ലുവിളികളും ദുഷ്ടപിശാച് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളിയാണ് ഈ വൻമഴ ചൊരിയുക എന്ന് പറഞ്ഞാൽ നദികൾ, കാറ്റ് എന്നൊക്കെ പറയുന്നത്. ജോബിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ പിശാച് വലിയ കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ച് കളഞ്ഞെന്നല്ലേ ഉൽപ്പത്തി സ്വതന്ത്രം ജോബിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഒരു വലിയ കാറ്റടിച്ചു. പിശാച് കാറ്റടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ്റെ നന്മകൾ മുഴുവൻ ആ കാറ്റ് കൊണ്ടു. സ്വത്രം. അതുപോലെ പ്രിയമുള്ളവരെ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിനെതിരെ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ദുഷ്ടനായ സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളുമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. വൻമഴ പൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീണില്ല. എന്താ വീഴാത്തതിൻ്റെ കാര്യം? യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാണ്. മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു കല്ലായിട്ടാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. വല്ലയിടത്തും വല്ലവരും പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നശിച്ച് നാമാവിഷയമായി പോകും. അതുകൊണ്ട് ആ പുതിയ നിയമസഭയുടെ ഉപദേശം സഭയെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ഉപദേശങ്ങളെ വിശ്വാസികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ.
ഉപദേശം പാസ്റ്റർമാർ പഠിക്കുകയും അത് വിശ്വാസികളെ പഠിപ്പിക്കുകയും ആ ഉപദേശത്തിൽ അവരെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം, റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു എന്ന് 6-ാം അധ്യായം. റോമർ 16 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി. റോമർ 6 ഉപദേശം പഠിപ്പിച്ചു, റോമർ 16 പഠിച്ച ഉപദേശം അവർ പഠിച്ചു. ഇന്നിപ്പോൾ ഉപദേശം പഠിപ്പിക്കലില്ല സഭയിലെ. ഞങ്ങളൊക്കെ പണ്ട് പ്രാർത്ഥനയ്ക്ക് പോയ ചർച്ചിൽ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂത്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗാണ്. പാട്ട് മത്സരം, പ്രസംഗ മത്സരം, കഥ പറയൽ മത്സരം. ശരിക്കും നാടകം തന്നെയല്ല, വേറെന്താ? എന്തൊക്കെ കോനാമ്പിച്ച കാട്ടിക്കൂട്ടുന്നത്. ഒരു രസമാണതൊക്കെ. അങ്ങനെ രസിക്കാനുള്ളതാണോ ക്രിസ്ത്യ ജീവിതം? ചിരിച്ചു തള്ളാനുള്ളതാണോ ക്രിസ്ത്യ ജീവിതം? ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെട്രോ പില്ലറുകൾ പണിയുന്നത് പാറമേലാണ്. എത്ര വെയിറ്റ് വന്നാലും എന്തെല്ലാം പ്രശ്നം വന്നാലും ആ പില്ലർ താണു പോകില്ല. കാരണം എന്താ? റോക്കിൽ നിന്നാണ് അത് പണിത് വരുന്നത്, പാറയിൽ നിന്നാണ്. അതുപോലെ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ആ വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ ഉറപ്പുള്ള, ദൃഢമായ, കുലുങ്ങിപ്പോകാത്ത, കരുത്തുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ ആടിപ്പോവും. എഫേസ്യർ 4:14 വായിച്ചേ. എഫേസ്യർ 4:14. ചില മിനിറ്റുകൾ മാത്രം അടുത്ത്. അങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാം. ഇന്നത്തെ വിശ്വാസികൾ മുഴുവൻ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരല്ല ഇന്നത്തെ വിശ്വാസികൾ. ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളാണ്. ആ ഘനമായ വിഷയം നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എഫേസ്യ ലേഖനം 4:11 മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരുടെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. കർത്താവ് സഭയിൽ 4 വിധ ശുശ്രൂഷവൃന്ദങ്ങളെ നിയമിച്ചിട്ടുണ്ട്. എന്തിനാണ് നിയമിച്ചത്? നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ എല്ലാവർക്കും ഉണ്ടാകണം. ദൈവം നിയമിച്ചാക്കിയ ശുശ്രൂഷ ബന്ധങ്ങളുടെ ഉപദേശം കേട്ട് നമുക്കെല്ലാവർക്കും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഇന്ന് അങ്ങനെയുള്ള വിശ്വാസികളുണ്ടോ? ഭൂമിയിലുണ്ടോ? മഷിയിട്ട് നോക്കിയാൽ കാണാനുണ്ടോ? ഇഷ്ടംപോലെ സഭകളിടയ്ക്കുക. ഒരു മാന്യം ഞെളിഞ്ഞ് എന്ന് പറയുക, ഞങ്ങൾക്ക് 8 ലക്ഷം ആൾക്കാരുണ്ട്. എന്തിനു കൊള്ളാം നിങ്ങളുടെ 8 ലക്ഷം? ഞങ്ങൾക്ക് 5 ലക്ഷം പേരുണ്ട്. എന്തിനു കൊള്ളാം 5 ലക്ഷം? ഞങ്ങൾക്ക് 16,000 ബ്രാഞ്ചസ് ഉണ്ട്. എന്തിനു കൊള്ളാം നിങ്ങളുടെ 16,000 ബ്രാഞ്ചസ്? ഈ ഉപദേശപ്രകാരമുള്ള പണിയാണോ അവിടെ നടക്കുന്നത്? 10-25 വർഷം ഞാനിത് അനുഭവിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വക കോനാമ്പിച്ചുകളെല്ലാം കേട്ടും പഠിച്ചുമൊക്കെ പോകുന്ന ആളാ. ചുമ്മാന്നുമല്ല, ഒരു ഗുണവുമില്ലായിരുന്നു. ഈ പുതിയ നിയമം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാ ഉപദേശം പഠിക്കാൻ തുടങ്ങി. സങ്കീർത്തനം പാടി പാട്ടും പാടിക്കൊണ്ടിരുന്ന ആളാ. ഉപദേശം പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം നീതിക്ക് ദാസനായി. പാപത്തിന് വിടുതൽ കിട്ടുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിക്കുന്നതിലൂടെയല്ല, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെടുന്നതിലല്ല, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്നതിലല്ല പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാസനോ ദൈവത്തിൻ്റെ ദാസിയോ ആകുന്നത്. അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസനാ. എബ്രായ ലേഖനം 6-ാം അധ്യായം 2 ദാസത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ പാപത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ നീതിയുടെ ദാസൻ. എന്നാൽ റോമരോട് പൗലോസ് പറയുന്നു, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പോൾ പാപത്തിന് വിടുതൽ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ.
അല്ലെങ്കിൽ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? കിട്ടത്തില്ല. പാപം ചെയ്തുകൊണ്ടിരിക്കും. ഇതാരായി പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കടക്കാതെ ഒരു ഒറ്റ എണ്ണത്തിന് സ്വർഗരാജ്യം വാടിവാതിൽ കാണാൻ പറ്റത്തില്ല. റോമർ 6-ന്റെ 21 പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുക. ആ നിത്യജീവൻ എങ്ങനെ കിട്ടുമെന്നാണ് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ലജ്ജ കിട്ടുമെന്ന്, നീതി ചെയ്താൽ വിശുദ്ധീകരണം കിട്ടുമെന്ന്. പാപത്തിന്റെ ശമ്പളമായ ലജ്ജ, പാപം ചെയ്ത് ചെയ്ത് ലജ്ജ 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 അവസാനം ആത്മമരണത്തിലേക്ക് പോകുന്നു. എന്നാൽ നീതി ചെയ്യുമ്പോൾ, വചനം അനുസരിക്കുന്നതാണ് നീതി ചെയ്യുക. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അല്ലാതെ ഒന്നും നിത്യജീവൻ കിട്ടത്തില്ല ദൈവമക്കളെ. വെറുതെ വല്ലവരൊക്കെ പറഞ്ഞു കേട്ട് കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കഥയുമില്ല. തിരുവെഴുത്തുകളെ അതാ ഞാൻ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികാൽ തെറ്റിപ്പോകുന്നുവെന്ന് ഞങ്ങളൊരു ക്ലാസ്സിൽ കുറുവാക്യമായിട്ട് എടുത്ത് പഠിപ്പിച്ചു. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികാൽ തെറ്റിപ്പോകും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുക. വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് നിർത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻപട ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട് വീണില്ല. കർത്താവിൻ്റെ വചന വ്യവസ്ഥപ്രകാരം ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഷ്ടപിശാചിൻ്റെ വെല്ലുവിളികളൊന്നും അവനെ കുലുക്കിയില്ല. അവൻ വീണു പോകാനിടയായില്ല. അവൻ ഉറച്ചു നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ട മനുഷ്യൻ. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ 20 വായിക്കാം നമുക്ക്. ലൂക്കോസ് പറയുന്ന ഭാഗം ഇതേതാണ്? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. അതാ ലൂക്കോസ് പറയുന്നത്. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. ഇവിടെ മത്തായി അങ്ങനെ പറയുന്നില്ല. പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്. മറ്റേ ലൂക്കോസ് പറയുന്നത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. രണ്ടുപേരും പറയുന്നതിന് രണ്ട് വ്യത്യസ്തമായ രീതിയുണ്ട്. ലൂക്കോസ് കുറച്ചുകൂടി കട്ടിയായിട്ട് പറയാതെ ആഴെ കുഴിച്ച് പാറമേൽ വീട് അടിസ്ഥാനപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തു പറ്റും? മണലിന്മേലാണ് പണി. ഇന്നത്തെ ക്രൈസ്തവ ഗോളം മണലിന്മേലാണോ പാറമേലാണോ പണിയുന്നതെന്ന് അവരവർ തന്നെ ശോധന ചെയ്യട്ടെ. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാം. സകലതും ശോധന ചെയ്യും, നല്ലത് മുറുകെ പിടിക്കും. പൗലോസ് പറയുന്ന നാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ശോധന ചെയ്യണം. എൻ്റെ ക്രിസ്ത്യൻ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ ശോധന ചെയ്യണം. കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശപ്രകാരമാണോ എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുപണിയെന്ന് നമ്മൾ ശോധന ചെയ്യണം. പാസ്റ്റർമാർ പറയുന്നത് കേട്ട് അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് പോയാലുണ്ടല്ലോ അവസാനം നാശത്തിൽ പോയി വീഴും. കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായ വചനവസ്തുപ്രകാരമാണോ എൻ്റെ വീട് പണി, എൻ്റെ സഭാപ്പണി എന്ന് നമ്മൾ ശോധന ചെയ്യണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ ദൈവവ്യവസ്ഥ പ്രകാരമുള്ള പണിയാലേ ദൈവാത്മാവ് വസിക്കത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക സഹോദരങ്ങളെ, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യരോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു, ഭയങ്കരമായിരുന്നു. അതായത് നരകത്തിൽ പോയെന്ന് സാരം. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുളുകൾ ഞാൻ ഈ പറയുന്ന രീതിയിലും ഇത് വേറെ ഇതിനേക്കാൾ നന്നായി പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് ആ ബയൂല തീരത്തെത്തുന്ന ദൈവമക്കളായി നമ്മൾ തീരണം. വിശാലമായ വഴി നാശത്തിലേക്കാണ് പോകുന്നത്.
ദൈവസഭയിൽ നട്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷമായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ആത്മഫലങ്ങളും ആത്മവരങ്ങളാൽ നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതമായിരിക്കണം നമുക്ക്. കാട്ടുഫലം കാട്ടുമുന്തിരിക കായ്ച്ചാൽ, ആകാത്ത ഫലങ്ങൾ കായ്ച്ചാൽ ഇസ്രയേലിനെ വെട്ടിക്കളഞ്ഞതുപോലെ നമ്മളെ വെട്ടിക്കളയാനിടയായിത്തീരും. മൂന്നാമത് നമ്മൾ പഠിച്ചത് കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ പറയാതെ ഇത് ക്ലോസ് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. 11-ാം അധ്യായം എന്താ അവിടെ പറയുന്നത്? വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. 11-17 മുതൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒരു ഫലത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. എളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും. നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഇവിടെ കാട്ടൊലിവായ നമ്മെ നല്ല ഒരു വൃക്ഷത്തിനോട് ചേർത്തൊട്ടിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ള ഒരു ഉപദേശമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. യഹൂദൻ ഫലം കായ്ക്കാത്തത് കൊണ്ട്, സ്വാഭാവിക കൊമ്പായ യഹൂദൻ ഫലം കായ്ക്കാത്തതുകൊണ്ട് അവനെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അതോ പൗലോസ് പറഞ്ഞ സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാൻ പോയെങ്കിൽ നമ്മളെ എത്രയധികം. സ്വന്തം ഇന്ന് യഹൂദൻ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇറാൻ്റെ മിസൈൽ അറ്റാക്ക് അവർക്കൊന്നും നടന്നിട്ടില്ലെന്ന്. ചുമ്മാതാ. നല്ല ശരിക്ക് അറ്റാക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൂട്ടം ജനം നന്നായിട്ട് മരിക്കുന്നുണ്ട്. അവിടെ പട്ടണങ്ങൾ, വീടുകളെല്ലാം തകർക്കപ്പെടുന്നുണ്ട്. ഇസ്രയേലിൽ വലിയ നാശം സംഭവിക്കുന്നുണ്ട്. അയം ഡോമിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത പോലെയുള്ള മിസൈലുകൾ റഷ്യയിൽ നിന്നും സോവിയറ്റ് ചൈനയിൽ നിന്നൊക്കെ അവർ വാങ്ങി പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കഷ്ടതകൾ അവർ പേറുന്നുണ്ട്. അവർ ദുഃഖങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അനുഭവിക്കുന്നത്? അവരുടെ മഷിക അവർ തള്ളിക്കളഞ്ഞു. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളിലും വരട്ടെന്നും പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞ നിമിത്തം, ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ട് അവർ കാട്ടുമുന്തിരിക കായ്ച്ചത് നിമിത്തം ദൈവത്തിൻ്റെ ഉദ്ദേശലബ്ധിയിൽ അവരെത്താതെ അവർ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. ബാലശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ പ്രവാചകന്മാരുടെ പ്രാവചനിക നിവൃത്തി എന്ന വണ്ണം അവർ മടങ്ങി വന്ന് രാഷ്ട്രം സ്ഥാപിച്ചുവെങ്കിലും അവർ കുത്തിയെങ്കിലേക്ക് നോക്കി അനുദപിക്കുന്നത് വരെ അവരുടെ മേൽ ശത്രുവിൻ്റെ സംഹാര താണ്ഡവം നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു രാഷ്ട്രത്തിനും കഴിയത്തില്ല. കാരണം ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അവരെ കുത്തിയെങ്കിലേക്ക് നോക്കുവാൻ, അനുദപിക്കുവാൻ വേണ്ടി ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഗോഗുമാഗോഗ് യുദ്ധം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ നാണിയാണ് ഈ യുദ്ധങ്ങളൊക്കെയും എന്ന് നമ്മൾ പഠിക്കണം. ആ വലിയ യുദ്ധം നടക്കുന്നതിന് മുൻപ് ദൈവസഭ മാറ്റപ്പെടും. അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം? ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്യുന്നവരായി തീരണം. നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷമായി നമ്മൾ തീരണം. കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് വീട് പണിയുന്ന ഒരു ബുദ്ധിയുള്ള പണിക്കാരനായി നമ്മൾ തീരണം. 3 പഠനങ്ങൾ, ശക്തമായ പഠനങ്ങൾ. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ഇത്ര വചന വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഇന്ന് കുറേ കൂടി വചന വെളിപ്പാടിലാണ് നമ്മളിത് പഠിക്കുന്നത്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. വിശാലമായ വഴിയിൽ ചെന്ന് നാശത്തിൽ ചെന്ന് പതിക്കും, നരകത്തിൽ ചെന്ന് പതിക്കാനിടയായിത്തീരും. ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും കർത്താവ് അനുഭവിച്ചു, അപ്പോസ്തലന്മാരും അനുഭവിച്ചു. അതുകൊണ്ട് ആ കഷ്ടതയുടെ പാതയിലൂടെ തന്നെ അനേക കഷ്ടങ്ങൾ സഹിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമുക്കുമായി തീരാം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല വൃക്ഷമായി നമുക്കായി തീരാം. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യനായി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭാവിയെ ഞങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.